കഥ യൂതാനറ്റോസ്. എഴുതിയത് സരിത സുലോചന. ശബ്ദം ജയശ്രീ രാജേഷ്. അമലയെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിലേക്ക് മാറ്റാമെന്ന തീരുമാനം ഡോക്ടർ അറിയിച്ച അന്ന് വൈകിട്ടാണ് ഫാത്തിമ അവളെ കാണാൻ വന്നത്. അമ്മ എന്ന അമലയുടെ ചോദ്യത്തിന് എന്തു ചെയ്യും എന്ന മറു ചോദ്യത്തോടൊപ്പം തൻ്റെ നിസ്സഹായത കൂടി കുടഞ്ഞിടുകയായിരുന്നു ഫാത്തിമ. ഞാൻ പറഞ്ഞിരുന്നല്ലോ ചേച്ചി, കെട്ടിയോനോടൊപ്പം കുടകിൽ പോകാതെ വയ്യ. അവിടെ തണുപ്പ് തുടങ്ങിയല്ലോ. ആളുടെ ഉമ്മയ്ക്ക് വലിവ് കൂടുതലാ. വർഷം 2-3 മാസം ഇത് പതിവല്ലേ. ഞാൻ കൂടെ ഉണ്ടായാലേ പറ്റൂ. അയൽവാസികളായും രക്തം കൊണ്ടല്ലെങ്കിലും സ്നേഹം കൊണ്ട് ബന്ധുക്കളായും ഫാത്തി എന്ന് അമല വിളിക്കുന്ന ഫാത്തിമയും കുടുംബവുമേ അമലയ്ക്കും അമ്മയ്ക്കും തുണയായുള്ളൂ. അച്ഛൻ്റെ മരണം അവർക്ക് നഷ്ടപ്പെടുത്തിയത് അച്ഛനെ മാത്രമല്ലല്ലോ, ആ ബന്ധത്തിൻ്റെ വേരുകളും കൂടിയല്ലേ. വിവാഹം എന്നാൽ 2 വ്യക്തികൾ തമ്മിൽ മാത്രമാവരുതെന്നും 2 കുടുംബങ്ങൾ കൂടി താങ്ങായി വരുമ്പോഴേ അതിന് പൂർണ്ണതയും കെട്ടുറപ്പും ഉണ്ടാവൂ എന്നും അവസാന കാലങ്ങളിൽ അച്ഛൻ പറയുമായിരുന്നു. നിന്റെ അമ്മ, അവൾക്ക് തനിച്ച് ജീവിക്കാൻ അറിയില്ല, അവളെ കൈവിടാതെ ചേർത്ത് പിടിക്കണേ അല്ലൂ എന്നായിരുന്നല്ലോ ബോധത്തോടെ അച്ഛൻ അവസാനമായി പറഞ്ഞതും എന്ന് അമല ഓർത്തു. എന്തെങ്കിലും ഒരു വഴി കാണിക്കാതിരിക്കില്ല പടച്ചോൻ എന്നു പറഞ്ഞ് തേങ്ങിയ ഫാത്തിയെ അമല വീട്ടിലേക്ക് പോകാൻ നിർബന്ധിച്ചു. അവിടെ ഉപ്പയും ഉമ്മയും തൻ്റെ അമ്മയും മാത്രമല്ലേ ഉള്ളൂ. പകൽ ഫാത്തിമയോ ഉമ്മയോ അമ്മയ്ക്ക് കൂട്ടിരിക്കും. രാത്രി ഫാത്തി തന്നെ വേണം അമ്മയുടെ കാര്യങ്ങൾക്ക്. ഫാത്തിമയുടെ ഭർത്താവ് വരുന്ന ദിവസങ്ങളിൽ 2 പേരും അവിടെ തങ്ങും. അമ്മയെ കിടത്തിയുറക്കി മാത്രമേ അവർ മുറിയിലേക്ക് പോകൂ. കുറച്ചു കാലങ്ങളായി അമല ജോലിക്ക് പോകുമ്പോൾ പകൽ സമയവും അവൾക്ക് വീട്ടിൽ നിന്ന് മാറേണ്ടി വരുന്ന അവസരങ്ങളിൽ ദിവസം മുഴുവനും അമ്മയുടെ ശുശ്രൂഷയിൽ ഇങ്ങനെയാണ് പതിവ്. അച്ഛനും അമ്മയും ഒരുമിച്ചുള്ള ജീവിതം തുടങ്ങിയ കാലം തൊട്ട് കൂടെ കൂടിയതാണ് ഫാത്തിയും കുടുംബവും. ഫാത്തിയുടെ ഉപ്പയും അമലയുടെ അച്ഛനും അവരുടെ കുടുംബങ്ങളും 2 വീടുകളിൽ ഒരേ മനസ്സോടെ കഴിയുകയായിരുന്നു. വീടുപേക്ഷിച്ചു വന്ന അമ്മയുടെ ദുഃഖങ്ങളിൽ ആദ്യത്തെ കൺമണി നഷ്ടപ്പെട്ട ഫാത്തിയുടെ ഉമ്മയുടെ ദുഃഖം ചേർത്ത് പരസ്പരം വേദന സംഹാരികളായി മാറുകയാണ് തങ്ങളെന്ന് അവർ 2 പേരും തിരിച്ചറിഞ്ഞു. അക്കാലം ഒരു തവണ പോലും ഉമ്മയും അമ്മയും തമ്മിൽ പിണങ്ങിയതായി അമല കണ്ടിട്ടില്ല. 2 അമ്മമാരുടെയും 2 അച്ഛന്മാരുടെയും ഓമനകളായി അമലയും കുഞ്ഞനിയത്തി ഫാത്തിമയും വളർന്നു. പക്ഷേ എല്ലാം പയ്യെ പയ്യെ അവസാനിച്ചു കൊണ്ടിരിക്കുകയല്ലേ. കഴിഞ്ഞ 8 മാസത്തിനിടയിൽ ഇത് 6ാമത്തെ തവണയാണ് അമല ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നത്. പ്രത്യേകിച്ച് മരുന്നോ ചികിത്സയോ ഇല്ല. ഇനിയൊന്നും ചെയ്യാനില്ലെന്ന് ഡോക്ടർ പറയാതെ പറഞ്ഞതല്ലേ. അത് അമ്മയൊഴിച്ച് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. ഒരു ദിവസം അമ്മയുടെ മുടി ചീകി ഒതുക്കിക്കൊണ്ട് അവൾ പറഞ്ഞു, അമ്മയുടെ അല്ലു ഇനി അധിക കാലം ഇതൊന്നും ചെയ്യാൻ കൂടെ ഉണ്ടാവില്ലാട്ടോ. പെട്ടെന്ന് അസുഖം മാറി മിടുക്കിയായിക്കോളും. ഒന്നും മനസ്സിലാവാതെ പതിവ് പോലെ അല്ലു അല്ലു എന്ന് ഉരുവിട്ടുകൊണ്ട് അവളുടെ കണ്ണിൽ നിന്ന് തൻ്റെ മാറിലേക്ക് ഇറ്റുവീണ കണ്ണീർ തുടച്ചുകൊണ്ടിരുന്നു അവർ. കൂടുതൽ നേരവും മൗനിയാണവർ. എന്തെങ്കിലും പറയാൻ ശ്രമിച്ചാൽ തന്നെ വാക്കുകൾ അപാരമായ അനന്തതയിലേക്ക് നീണ്ട് ശ്വാസം മുട്ടി മൃതിയടയുന്നു. വ്യക്തമാവുന്നത് അല്ലു എന്നും അച്ഛൻ എന്നും പുനർജനി എന്നും മാത്രം. തൻ്റെ പിറവിക്ക് മുന്നേ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ അച്ഛനൊപ്പം പുനർജനി ഗുഹ കാണാൻ പോയതാവും മനസ്സിൽ. അമ്മയുടെ ലോകം അച്ഛനായിരുന്നു. എന്നിട്ടും പ്രിയപ്പെട്ടവരെ സങ്കടപ്പെടുത്തി വീട് വിട്ടിറങ്ങിയതിൻ്റെ പാപബോധം അമ്മയെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കൂടെ കൊണ്ടുവന്ന ഒരു പഴയ ആൽബത്തിലേക്ക് നോക്കി അമ്മ കരയുന്നത് പലതവണ അമല കണ്ടിട്ടുണ്ട്. ജീവനേക്കാൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അച്ഛൻ മരണം വരെ കൂടെ ഉണ്ടായിരുന്നിട്ടും ആ സങ്കടക്കടൽ കരയേറാൻ അമ്മയ്ക്കായില്ല. വളരെ നന്നായി സംസാരിക്കുന്ന ആളായിരുന്നു അമ്മ. പക്ഷേ അച്ഛൻ്റെ വേർപാടിന് ശേഷം അമ്മയിൽ മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങി. ചിലപ്പോൾ മണിക്കൂറുകളോളം ഒന്നും മിണ്ടാതെ ഒന്ന് അനങ്ങുക പോലും ചെയ്യാതിരിക്കും.
ചില ഉറക്കമില്ലാത്ത രാത്രികളിൽ തനിയെ ഇരുന്ന് സംസാരിക്കും. അതായിരുന്നു തുടക്കം. പയ്യെ പയ്യെ പല ആവർത്തി പറഞ്ഞുകൊണ്ടിരുന്ന വാചകങ്ങളിൽ നിന്ന് വാക്കുകൾ ആത്മാവറ്റ് കൊഴിഞ്ഞു തുടങ്ങിയപ്പോൾ അമല നടുങ്ങി. വെറുമൊരു വിഷാദാവസ്ഥയ്ക്കുമപ്പുറം തൻ്റെ അസ്തിത്വം പരതി വീടിനുള്ളിലും പുറത്തേക്കും ധൃതിപ്പെട്ട് നടന്നു തുടങ്ങിയ അമലയിൽ പോലും അപരിചിതത്വത്തിൻ്റെ ഭീതി അറിഞ്ഞപ്പോൾ അവൾ തീർത്തും തകർന്നുപോയി. മരുന്നും കൗൺസിലിങ്ങുമായി കുറച്ചുകാലം ക്രമേണ പൂർണ്ണമായും മറവി രോഗത്തിന് കീഴടങ്ങിയപ്പോൾ ജോലി പോലും രാജിവെച്ച് കുഞ്ഞിനെ എന്ന പോലെ കാത്ത് കാവലാവുകയായിരുന്നു അമല. അവളുടെ സാമീപ്യമില്ലാത്ത നേരങ്ങളിൽ അമ്മ വല്ലാതെ അസ്വസ്ഥയാവും. എന്നിട്ടിപ്പോൾ ആരുടെയോ തുണയിൽ അമ്മ തനിയെ. രക്ഷിക്കാൻ നോക്കിയ ശ്രമങ്ങളൊന്നും ഫലം കണ്ടില്ലല്ലോ എന്ന് അമല നെടുവീർപ്പിട്ടു. കോശങ്ങൾ തകരുന്ന കൊല്ലുന്ന തൻ്റെ വേദനയിലും അമ്മയെക്കുറിച്ചായി അവളുടെ നോവ്. ഫാത്തി മടങ്ങാൻ തുടങ്ങുകയായി. അമലയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് വിട പറഞ്ഞ് മടങ്ങുന്ന ഫാത്തിയെ തിരിച്ചു വിളിച്ച് അമല പറഞ്ഞു, ഫാത്തി, എനിക്ക് അമ്മയെ കാണണം. ഡോക്ടർ സന്ദീപിനൊപ്പം. ഒന്നിവിടം വരെ അമ്മയോടൊപ്പം വരാൻ അദ്ദേഹത്തോട് പറയാമോ? എന്ന് മൂളി നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഫാത്തിമ മടങ്ങിയപ്പോൾ ആശുപത്രി ജനലിലൂടെ ദൂരേക്ക് നോക്കി അമലയിരുന്നു. എന്നോ ഉപേക്ഷിക്കപ്പെട്ട ഉണക്കമരങ്ങൾ മാത്രമുള്ള സ്വകാര്യ ഭൂമിയാണ് ജനൽ തുറന്നു തരുന്ന കാഴ്ച. പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഇലകൾ പൊഴിച്ച് ഉണങ്ങി ശോഷിച്ച ശിഖരങ്ങളുള്ള തൻ്റെ അല്പജീവൻ പോലെ. പാൻക്രിയാറ്റിക് ക്യാൻസറിൻ്റെ അവസാന ഘട്ടമാണെന്ന് ആദ്യം അറിഞ്ഞ ദിവസം പേടിയേക്കാൾ ആശങ്കയേക്കാൾ ആദ്യം തോന്നിയത് അമ്മയെക്കുറിച്ചുള്ള ദുഃഖമായിരുന്നു. അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കാതെ പോകേണ്ടി വരുമല്ലോ എന്ന കുറ്റബോധം. ഓർമ്മകൾ നഷ്ടപ്പെട്ട് ഏകാന്ത വേദനയുടെ തീരാക്കനലിൽ എരിയുന്ന അമ്മയുടെ അനാഥത്വം അമലയെ നടുക്കി. അവളുടെ ശരീരം രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ട് 4-5 വർഷമായി. അച്ഛൻ്റെ മരണത്തിന് മുന്നേ 1-2 തവണ ഡോക്ടറെ കണ്ടതുമാണ്. ആദ്യമൊക്കെ ഇടവിട്ടുള്ള വയറുവേദനയും അസ്വസ്ഥതകളും കുടലിലെ അൾസറിൻ്റെ ലക്ഷണങ്ങളായി കണ്ട് ചികിത്സിച്ചു ഡോക്ടർമാർ. എൻഡോസ്കോപ്പി നിർദ്ദേശിച്ച സമയത്തായിരുന്നു അച്ഛൻ പിരിഞ്ഞു പോയത്. പിന്നീട് അങ്ങോട്ട് അമ്മയെക്കുറിച്ചല്ലാതെ ഒന്നും ഓർക്കാനാവാതെയായി. മഞ്ഞപ്പിത്തം വന്ന അമല ആശുപത്രിയിലായ ദിവസങ്ങളിൽ അമ്മ കാട്ടിക്കൂട്ടിയ വെപ്രാളങ്ങൾ പറഞ്ഞ് ഉമ്മ കരയുക പതിവായിരുന്നു. ആയിടയ്ക്കാണ് അമ്മയുടെ ന്യൂറോളജിസ്റ്റ് വഴി ഒരു അനുഗ്രഹം പോലെ ജെറിയാട്രീഷ്യൻ ഡോക്ടർ സന്ദീപ് കടന്നു വന്നത്. പ്രായമായവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന വാർദ്ധക്യ രോഗ വിദഗ്ധൻ. മനസ്സ് പൂർണ്ണമായും ഇരുളടഞ്ഞ് സ്മൃതികൾ മൃതമായ അമ്മയ്ക്ക് ശരീരം മുഴുവനായി പിണങ്ങി തുടങ്ങിയിരുന്നില്ലെങ്കിലും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അമ്മ പൂർണ്ണമായും തോറ്റുപോകുമെന്ന് അമലയ്ക്ക് അറിയാമായിരുന്നു. അധികം വൈകാതെ ഡോക്ടർ സന്ദീപിനോട് അമ്മ അടുപ്പം കാണിച്ചു തുടങ്ങി. അദ്ദേഹത്തെ കാണുമ്പോഴെല്ലാം അമ്മയുടെ ചുണ്ടുകൾ എന്തോ പറഞ്ഞു തുടങ്ങി. ചുണ്ടനക്കത്തിൽ നിന്നും അത് ജിതൻ എന്ന പേരാണെന്ന് മനസ്സിലായപ്പോഴാണ് ആ അടുപ്പത്തിന്റെ രഹസ്യം അമലയ്ക്ക് മുന്നിൽ വെളിപ്പെട്ടത്. അമ്മയുടെ കയ്യിലെ പഴയ ആൽബത്തിൽ കണ്ട കുഞ്ഞാങ്ങളയുടെ അതേ ഛായ. ജിതേന്ദ്രൻ. അമല ഒരിക്കലും കാണാത്ത അവളുടെ നേരമാവൻ. വർത്തമാനകാലം കവർന്നെടുത്തുകൊണ്ട് പൂർവകാല സ്മരണകളുടെ മായാലോകത്ത് കുറച്ചു കാലത്തേക്കെങ്കിലും രോഗിയെ തളച്ചിടുക എന്നത് ഈ രോഗത്തിൻ്റെ ഒരു രീതിയാണല്ലോ. പോകെ പോകെ അമലയുടെ രോഗം അതിൻ്റെ സകല രാക്ഷസീയതയും കാണിച്ചു തുടങ്ങി. അതികഠിനമായ വേദനയിൽ ശരീരം പുളഞ്ഞു ചുരുങ്ങുമ്പോൾ തന്നെ അടുത്തു വന്ന് നോക്കി നിൽക്കുന്ന അമ്മയുടെ നിർവികാര നേത്രങ്ങളെ നേരിടാനാവാതെ അനിർവചനീയ നിരാശയിൽ അമല ഉരുകി തുടങ്ങി. ആയിടയ്ക്ക് ഡോക്ടറുടെ ബയോപ്സി ടെസ്റ്റിനായുള്ള നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ മനസ്സ് കൂട്ടാക്കാത്തതും അതുകൊണ്ട് തന്നെ. സംശയം സത്യമായാൽ റേഡിയേഷനും കീമോയും സർജറിയും മറ്റുമായി മാറി നിൽക്കാനോ അമ്മയെ തനിച്ചാക്കാനോ വയ്യ. അച്ഛൻ്റെ സമ്പാദ്യങ്ങൾ അക്ഷയഖനി അല്ലെന്ന സത്യം അവൾ അമ്മയുടെ ചികിത്സ കൊണ്ട് തന്നെ ഇതിനകം അറിഞ്ഞും കഴിഞ്ഞിരുന്നു. പേരിന് മാത്രമുള്ള കാറ്ററിംഗ് കൊണ്ട് കിട്ടുന്ന വരുമാനം അമ്മയുടെ മരുന്നുകൾക്ക് തന്നെ തികയാതെ വരുമ്പോൾ തൻ്റെ ആരോഗ്യകാര്യത്തിൽ അരുതാത്തതൊന്നും സംഭവിക്കില്ല എന്ന് ആശ്വസിക്കാനേ അവൾ ശ്രമിച്ചുള്ളൂ.
എങ്കിലും താൽക്കാലിക വേദന സംഹാരികളിൽ അഭയം കാണാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു തുടങ്ങിയെന്ന് അവൾ അറിയുന്നുണ്ടായിരുന്നു. ഒടുവിൽ വേദന കൊണ്ട് ബോധം കെട്ടുപോയ ഒരു വേളയിൽ ഫാത്തിയും ബാപ്പയും കൂടി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അവളെ. ഒരാഴ്ചത്തെ ആശുപത്രിവാസം കഴിഞ്ഞിറങ്ങുമ്പോൾ പ്രാർത്ഥിക്കൂ, നമുക്ക് ശ്രമിക്കാം എന്ന് കൈകൾ ചേർത്ത് പിടിച്ച് കണ്ണുകളിൽ നോക്കാതെ ഡോക്ടർ പറഞ്ഞ അന്നാണ് അമല അമ്മയ്ക്ക് വേണ്ടി ആ തീരുമാനമെടുത്തത്. പിന്നീട് അങ്ങോട്ട് പഴയ വാർത്തകളും വിധികളും തിരഞ്ഞു പിടിച്ച് വായിക്കുകയായിരുന്നു അമല. അരുണ ഷാൻബാഗിൻ്റെയും ഗ്യാൻ കൗറിൻ്റെയും മറ്റും കേസുകൾ. ഉപദേശം നേടാൻ പറ്റിയ കാര്യമല്ലാത്തതിനാൽ ആരോടും ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിലും ഇത്തരമൊരു തീരുമാനത്തിന് തൻ്റെ കൂടെ ആരുണ്ടാവും? ന്യൂറോളജിസ്റ്റിൽ നിന്നും ഡോക്ടർ സന്ദീപിൽ നിന്നും അമ്മയുടെ നിലവിലെ അവസ്ഥയെപ്പറ്റി അറിഞ്ഞ അവൾക്ക് ഒരു കാര്യം ബോധ്യമായിരുന്നു. തനിക്ക് ശേഷം ആരോരുമില്ലാതെ അമ്മയ്ക്ക് കുറച്ചു കാലം കൂടി ഈ ഭൂമിയിൽ ബാക്കിയുണ്ടാവാം. ഡോക്ടർമാരോട് സംസാരിച്ചതിൻ്റെ 3-ാം ദിവസം രാവിലെ അച്ഛൻ്റെ ചിത്രത്തിനു മുന്നിൽ അമ്മയെ ചേർത്ത് നിർത്തി അമല പറഞ്ഞു, മാപ്പ്. അച്ഛൻ്റെ അല്ലുവിന് വാക്ക് പാലിക്കാൻ കഴിയുമെന്ന് ഇനി പ്രതീക്ഷയില്ല. ഞങ്ങളെയും കൂടി കൊണ്ടുപോകൂ. ഈ വേദന താങ്ങാൻ ഇനി ഈ മകൾക്ക് വയ്യ. എന്തിനെന്നറിയാതെ തന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന അമ്മയുടെ കാൽക്കൽ വീണ് അവൾ പൊട്ടിക്കരഞ്ഞു. പയ്യെയെങ്കിലും അശക്തമായ വലതുകൈ അമ്മ അവളുടെ നെറുകയിൽ വച്ച് തന്നെ കെട്ടിപ്പിടിച്ച അവളെ വട്ടം ചുറ്റിപ്പിടിച്ച് അല്ലു അല്ലു എന്ന് മന്ത്രിച്ചുകൊണ്ടിരുന്നു. ദയാവധം അനുവദിക്കാനുള്ള ഹർജി ഫയൽ ചെയ്ത കാര്യം ഫാത്തിമയോടും കുടുംബത്തോടും പറയുക എന്നത് ഏറ്റവും പ്രയാസമായിരുന്നു അമലയ്ക്ക്. പാൻക്രിയാറ്റിക് അഡിനോ കാർസിനോമയുടെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന തനിക്കും താനല്ലാതെ മറ്റൊരാൾ തുണയില്ലാത്ത മറവി രോഗബാധിതയായ തൻ്റെ അമ്മയ്ക്കും ശാന്തവും വേദനാരഹിതവുമായ മരണം അനുവദിച്ചു തരാൻ തങ്ങളെ ചികിത്സിക്കുന്ന ആശുപത്രികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള ദയാവധ ഹർജി. ശരീരത്തെ കാർന്നു തിന്നുന്ന കൊടും വേദനയേക്കാൾ എത്ര മടങ്ങ് വലുതാണ് താൻ അനുഭവിക്കുന്ന ഈ ഹൃദയവേദന. അമലയുടെ തീരുമാനം അറിഞ്ഞപ്പോൾ പടച്ചോനെ, ഇത് കാണാൻ ഈ ഞങ്ങളെ കണ്ടുവച്ചല്ലോ എന്ന് പറഞ്ഞ് ഫാത്തിയുടെ ഉമ്മ നെഞ്ചത്തടിച്ചു. ഈ പാപത്തിന് കൂട്ടുനിൽക്കാൻ ഞങ്ങളെ ദുനിയാവിൽ ഒറ്റയ്ക്കാക്കിയല്ലോ എൻ്റെ ചങ്ങായിയെ എന്ന് മേൽപോട്ട് നോക്കി ഉറക്കെ അലറിയ ഉപ്പയെ കെട്ടിപ്പിടിച്ച് പാപ്പാ ഇനി നമ്മൾ എന്തു ചെയ്യും എന്ന് കരയുകയായി ഫാത്തിമ. അല്ലുമോളെ, അനക്കൊന്നും വരുത്തൂല പടച്ചോൻ. അഥവാ വേണ്ടാത്തത് പറ്റിയാൽ തന്നെ പെങ്ങളെ ഞങ്ങൾ നോക്കും. അത് ഞങ്ങളുടെ കടമയാണ്, നമ്മളെ ചങ്ങാതിയോടുള്ള കടമ എന്ന് പറയുമ്പോഴും പ്രായമായി വരുന്ന തങ്ങൾക്ക് ഓർമ്മയറ്റ് നാമമാത്ര ജീവനോട് പൊരുതുന്ന ഒരുവളെ സംരക്ഷിക്കാൻ എത്ര കാലം സാധ്യമാകുമെന്ന് അവർക്കും നിശ്ചയമില്ലായിരുന്നു. ഹർജിക്കാരിയുടെ ആരോഗ്യസ്ഥിതിയും ഹർജിയുടെ സ്വഭാവവും പരിഗണിച്ച് അധികം വൈകാതെ വലിയ സങ്കീർണതകളില്ലാതെ തീർപ്പ് വന്നിരിക്കുന്നു. വേദന സംഹാരികൾ സമ്മാനിച്ച പാതി മയക്കത്തിൽ വിധി കാത്ത് നിർവികാരയായി നിരാലംബയായി ആശുപത്രി കിടക്കയിൽ അമല കണ്ണടച്ച് കിടക്കുകയായിരുന്നു. ഉപ്പയും വക്കീലും കൂടിയാണ് കാര്യം അമലയെ അറിയിച്ചത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിഷ്ക്രിയ ദയാവധം അനുവദിക്കാമെന്നല്ലാതെ ഇങ്ങനൊരു സാഹചര്യത്തിൽ 2 ജീവനുകൾ എടുക്കാൻ അനുവാദം തരാനാവില്ല എന്നാണ് കോടതിയുടെ തീർപ്പ്. സ്വയമേവ മരണത്തിന് ശ്രമിക്കുകയോ അമ്മയെ അതിന് വിധേയയാക്കുകയോ ചെയ്യാൻ ശ്രമിച്ചാൽ IPC 306-ഉം 309-ഉം വകുപ്പുകൾ പ്രകാരം ശിക്ഷാർഹമാണെന്ന് അമലയ്ക്കറിയാം. അല്ലെങ്കിലും ഇനി അതിനൊക്കെയുള്ള പ്രാണനോ ത്രാണിയോ അവൾക്കുണ്ടോ? അമ്മയെ ശാന്തിഭവനിലേക്ക് മാറ്റാൻ ഇതിനോടകം അമലയുടെയും അമ്മയുടെയും ഡോക്ടർമാർ ഫാത്തിമയുടെ കുടുംബത്തെ നിർദ്ദേശിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് ഡോക്ടറെ കാണണമെന്ന് അമല ഫാത്തിമയോട് ആഗ്രഹം പറഞ്ഞു വിട്ടത്. അമ്മയെ ചേർത്ത് പിടിച്ച് ഡോക്ടർ സന്ദീപിനൊപ്പം ഫാത്തിമയും ഉപ്പയും കൂടി ആശുപത്രി മുറിയിലേക്ക് കയറുമ്പോൾ വേദനയുടെ കൂറ്റൻ തിരമാലകളിൽ കിടന്ന് പിടയുകയായിരുന്നു അമല. നഴ്സുമാരുടെയും ഡോക്ടറുടെയും മുഖത്ത് നിരാശയുടെ നിഴൽ. പൊടുന്നനെ ഡോക്ടറുടെ പിടിവിടുവിച്ച് അമ്മ അവളുടെ കട്ടിലിൽ ഇരുന്നു. പിടിച്ചു മാറ്റാൻ നോക്കിയ നഴ്സിനെ അരുതെന്ന് അമലയുടെ ഡോക്ടർ ആംഗ്യം കൊണ്ട് വിലക്കി. തൻ്റെ ഉണങ്ങി ശക്തിയറ്റ വിരലുകൾ മകളുടെ മുടിയിഴകളിലൂടെ ഓടിച്ച് അവളുടെ വിറയ്ക്കുന്ന ശരീരത്തിലേക്ക് അല്പനേരം നോക്കിയ ശേഷം പെട്ടെന്ന് ഏതോ ഉൾപ്രേരണയാൽ
ദീനശബ്ദത്തിൽ മോളെ എന്ന് വിളിച്ചുകൊണ്ട് അവർ ആ ശരീരത്തിലേക്ക് ചാഞ്ഞു. ഡോക്ടർ സന്ദീപ് അമലയുടെ കൈകൾ അമ്മയുടെ ദേഹത്തേക്ക് ചുറ്റിപ്പിടിപ്പിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ ഒന്നും സംഭവിക്കാത്തതുപോലെ അമ്മ വേച്ചു വേച്ച് എഴുന്നേറ്റു. അമലയോ, അവൾ അബോധത്തിൻ്റെ ആഴങ്ങളിലേക്ക് വീണുപോയിരുന്നു. പുറത്തിറങ്ങിയ സന്ദീപിനോട് കൂടി വന്നാൽ 3-4 ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് അമലയെ ചികിത്സിക്കുന്ന ഡോക്ടർ നടന്നകന്നു. നാളെ ഒരു യാത്ര പോകാനുണ്ട്, അത് കഴിഞ്ഞു വരാം. അമ്മയെ വീട്ടിൽ വിട്ട് മടങ്ങവേ ഡോക്ടർ സന്ദീപ് പറഞ്ഞു. അതുവരെ എൻ്റെ മോള്. കഴുത്തിന് ചുറ്റിയ തൂവാല ഊരി കണ്ണീരൊപ്പി ഉപ്പ തലകുനിച്ചു. ഉണ്ടാവും, തമ്പുരാനോട് പ്രാർത്ഥിക്കൂ, ധൈര്യമായിരിക്കൂ. മേൽപോട്ട് നോക്കി ഉപ്പ അല്ലാ എന്നുറക്കെ വിളിച്ചു. 2 ദിവസം കഴിഞ്ഞ് ഡോക്ടർ സന്ദീപ് അമ്മയെ കാണാൻ വരുമ്പോൾ ഫാത്തിമയുടെ ഉമ്മയാണ് അമ്മയ്ക്ക് കൂട്ടായി ഉണ്ടായിരുന്നത്. നാളെ അമ്മയെ ശാന്തി ഭവനിലേക്ക് മാറ്റുകയാണ്, അതിനായി അവരെ ഒരുക്കാനും കൗൺസിൽ ചെയ്യാനുമാണ് വന്നത് എന്ന് പറഞ്ഞ് ഡോക്ടർ അമ്മയുടെ മുറിയിലേക്ക് കയറാൻ തുടങ്ങവേ വേണമെങ്കിൽ ഉമ്മ വീട്ടിൽ പോയി വന്നോളൂ എന്ന് അവരോടായി പറഞ്ഞു. 1 മണിക്കൂറിനുള്ളിൽ ഉമ്മയോടൊപ്പം ഉപ്പയും കയറി വന്നപ്പോൾ ഡോക്ടർ സന്ദീപ് മടങ്ങാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. ഇറങ്ങവേ തൻ്റെ കാലിയായ തോൾ ബാഗിൻ്റെ സൈഡ് സിപ്പ് തുറന്ന് ഒരു കവർ പുറത്തെടുത്ത് ഉമ്മയുടെ കയ്യിൽ കൊടുത്തു. അമ്മ ഉറക്കമാണ്, ഇപ്പോൾ വിളിച്ചുണർത്തേണ്ട. ഈ കത്ത് ഇന്ന് തന്നെ അമലയെ വായിച്ചു കേൾപ്പിക്കുക. എനിക്ക് ഒരിടം വരെ പോകാനുള്ള സമയമായി എന്ന് പറഞ്ഞ് ധൃതിയിൽ നടന്നു നീങ്ങി. അപ്പോൾ ഉപ്പയുടെ ഫോണിൽ അമലയുടെ ആശുപത്രിയിൽ നിന്നുമുള്ള കോൾ റിംഗ് ചെയ്യുകയായിരുന്നു. തണുത്ത കാറ്റിൻ്റെ ചിറകുകളിൽ ദുഃഖച്ചവിയുമായി മൂവന്തിയുടെ ചോപ്പ് കലർന്ന ആ നേരത്ത് അമ്മയുടെയും മകളുടെയും മൃതദേഹങ്ങൾ ഒരുമിച്ച് കിടത്തിയ തറയിൽ അമലയുടെ മുഖത്തോട് മുഖം ചേർത്ത് വെച്ച് വിറയാർന്ന ശബ്ദത്തിൽ ഫാത്തിമ ആ കത്ത് വായിച്ചു. ഡോക്ടർ സന്ദീപിൻ്റെ അമല അറിയാതെ പോയ ആ കത്ത്. പ്രിയപ്പെട്ട അമല, നിനക്കായി ഞാൻ ആ വിധി നടപ്പാക്കിയിരിക്കുന്നു. നിന്റെ അമ്മയ്ക്ക്, എൻ്റെ പിറക്കാതെ പോയ സഹോദരിക്ക് ഒരു നല്ല മരണം. യു താനറ്റോസ്. പ്രാണവായു നിഷേധിച്ചെങ്കിലും സാധാരണ ശ്വാസം മുട്ടി മരണത്തിൻ്റെ പിടച്ചിലുകൾ ഇല്ലാതെ, വേദനയറിയിക്കാതെ 1-2 നിമിഷങ്ങളിൽ അബോധത്തിൻ്റെ വഴിയിലൂടെ ക്രമേണ മരണം സമ്മാനിക്കാൻ എൻ്റെ ആത്മഹത്യാ സഞ്ചിയിലെ നിഷ്ക്രിയ വാതകത്തിന് സാധിച്ചിരിക്കുന്നു. നിനക്ക് അനുവാദം ലഭിക്കാതെ പോയ ആ ദയാവധം. എങ്കിലും മാപ്പ്. നിങ്ങൾക്ക് നീതി നിഷേധിച്ച നിയമം ഇനി എൻ്റെ വിധി തീരുമാനിക്കട്ടെ.